ഈ ചില ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെയും മറ്റു ചില സ്വകാര്യ വ്യക്തികളുടെയും കക്കൂസ് മാലിന്യങ്ങൾ എരുമേലിലെ വലിയ വിശുദ്ധമായ എരുമേലി വലിയ തോട്ടിലേക്കാണ് പ്രവഹിക്കുന്നതെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ മാലിന്യങ്ങൾ മുഴുവൻ മണിമലയാക്കി ചെല്ലുകയും ഇത് കരിമുതൽ പദ്ധതി പോലെയുള്ള കാഞ്ഞിരപ്പള്ളി കൊല്ലുന്ന പ്രദേശങ്ങളിലെ കരിമുതൽ പദ്ധതി പോലുള്ള അനവധി പദ്ധതികൾ നടപ്പിലാക്കുന്ന. നമസ്കാരം. എനിക്ക് വളരെ ആദരവും ബഹുമാനവുമുള്ള നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി, നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി, ദേവസ്വം വകുപ്പ് മന്ത്രി, പിന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇവരോടൊക്കെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? നമ്മുടെ നാടിൻ്റെ ഗതി എന്താണെന്ന് ഒരു നിമിഷം ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഈ മനുഷ്യർ ഇത് സഹിക്കുന്നത് എത്രമാത്രം ദുരിതപൂർണമായ ഒരു അവസ്ഥയിലാണ് എന്ന് ഒരു മാത്രം ഒന്ന് നോക്കുമോ? നമുക്കിതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കേണ്ടതല്ലേ? ജനങ്ങൾ എന്തും ചെയ്യാൻ സന്നദ്ധരായി നിൽക്കുകയാണ്. എങ്ങനെ ഈ ദുരന്തത്തെ ഒന്ന് മറികടക്കാൻ പറ്റും എന്നതാണ് ഈ ജനങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളിട്ട എപ്പിസോഡിന് വലിയ ഒരു പ്രതികരണം തന്നെ ലഭിക്കുന്നുണ്ട് പല മേഖലകളിൽ നിന്നും. സാംസ്കാരികമായി ഉയർന്ന നിലവാരത്തിലുള്ള ആളുകൾ ശക്തമായി തന്നെ പിന്തുണ പ്രഖ്യാപിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം വളരെ വളരെ ദുരന്തകാരിയായിരിക്കുന്ന നദിയോടനുബന്ധിച്ച് നദിയിലേക്ക് ഒഴുകിച്ചേരുന്ന ചെറുതും വലുതുമായ തോടുകൾ, ഇവയൊക്കെ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ദേവസ്വം വകുപ്പ് മന്ത്രിയോട് ഞാൻ ബഹുമാനപൂർവ്വം പറയട്ടെ, എരുമേലിയിൽ ആ ദേവസ്ഥാനത്ത് ചെന്നിട്ട് അയ്യപ്പന്മാർ വന്ന് കെട്ടിറക്കി വെച്ചിട്ട് വിശ്രമിക്കുന്ന ആ സ്ഥലത്ത്, ആ കാർ പാർക്കിങ്ങിൽ അങ്ങേക്കൊന്ന് പോകാം. അവിടെ എത്തിയാൽ മൂക്ക് പൊത്തി പിടിച്ചല്ലാതെ അവിടെ നിൽക്കാൻ കഴിയില്ല. അത്രയേത്ര മാലിന്യമാണ്, അത്രയേത്ര മലമൂത്ര വിസർജ്യങ്ങളാണ് ആ തോട്ടിൽ ഒഴുകിക്കിടക്കുന്നത്. എന്തൊരു പരിതാപകരമായ അവസ്ഥയാണ് ഇതെന്ന് ഒന്ന് ഓർത്തു നോക്കൂ. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രിയോടൊന്ന് ചോദിക്കട്ടെ, ആരോഗ്യം സർവധനാൽ പ്രധാനമല്ലേ? ആ സർവധനവും സർവപ്രതാപവും അവസാനിപ്പിക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മുടെ നദീതീരങ്ങളിലൂടെ സഞ്ചരിച്ച കാണാനാവുക. മലമൂത്ര വിസർജ്യങ്ങൾ മുഴുവൻ നദിയിലേക്ക് തള്ളുക, അതിൽ നിന്ന് കുടിക്കുക, കുളിക്കുക, ആഹരിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ജനം ചെയ്യുക. അവർ രോഗബാധിതരായി കഷ്ടമനുഭവിക്കുക. നടപടി സ്വീകരിക്കേണ്ടതല്ലേ ഇതിനൊക്കെ? തീർച്ചയായും നമുക്കൊരു ജലവിഭവ വകുപ്പും ഉണ്ടല്ലോ. ആ ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങിത് കാണുന്നില്ലേ? അങ്ങയുടെ വകുപ്പിൻ കീഴിൽ ഈ നദികളെല്ലാം തന്നെ പെടുന്നല്ലോ. അതിനു വേണ്ടിയിട്ട്, അതൊന്ന് ശുദ്ധിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കർമ്മ പദ്ധതി ഉണ്ടാക്കാൻ അങ്ങേക്ക് കഴിയില്ലേ? ബഹുമാനപ്പെട്ട പരിസ്ഥിതി കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടിയന്തരമായി അവിടുന്ന് ഈ വിഷയത്തിലേക്ക് ഒന്ന് കണ്ണു തുറന്ന് നോക്കുമോ? അത്രയേറെ ഭീകരമാണ്. ഒരു പ്രളയം വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ഒലിച്ചു പോകും എന്ന് കരുതിയാൽ അതൊരു താൽക്കാലിക പരിഹാരമാണ്. പക്ഷേ ഇതാ കഴിഞ്ഞ പ്രാവശ്യത്തെയും ഈ പ്രാവശ്യത്തെയും ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിലെ ഭാഗങ്ങളുമൊക്കെ ഒന്ന് കാണ്. ജനങ്ങളാകപ്പാടെ വലിയൊരു പ്രതിസന്ധിയിലാണ്. ചിലരെങ്കിലും വിപ്ലവവുമായി മുൻപോട്ടിറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. മാറ്റമാണ് വിപ്ലവം എന്ന വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി അവരാൽ കഴിയുന്ന ഏതും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ പ്ലാക്കാർഡുമൊക്കെ പിടിച്ച് സമരത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ജനകീയമായ ഒരു മുന്നേറ്റം ഈ വിഷയത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇത് സംബന്ധിച്ച്
മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കാരശ്ശേരി മാഷ് ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു, എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുകൂടി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം എരുമേലി മേഖലയിലെ ആളുകൾ അവരൊരു ഡെവലപ്മെൻറ്റ് കൗൺസിൽ ഉണ്ടാക്കി ആ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ സായാഹ്ന ധർണ നടത്തി ജനശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്നതും നമുക്കൊന്ന് കാണേണ്ടതാണ്. അത് കണ്ടിട്ട് ഇതുമായിട്ട് ഇനി നമുക്ക് മുൻപോട്ട് പോകാം. നമസ്കാരം, ഞാൻ എം.എൻ. കാരശ്ശേരി. എൻ്റെ സുഹൃത്ത് സ്കറിയ കുര്യൻ പറഞ്ഞാണ് മണിമലയാറ് ആളുകളുടെ കൊള്ളരുതായ്മ കൊണ്ട് നിരന്തരം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ട് സമീപവാസികൾ ഒരു ചെറുത്തുനിൽപ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്നറിഞ്ഞത്. അങ്ങനെ ജലസ്രോതസ്സുകൾ നശിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവമാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലുടനീളം അങ്ങനെയാണ്. നമുക്ക് ചപ്പ് ചവറുകൾ വലിച്ചെറിയാനുള്ള ഒരു കുപ്പയാണ് നദി എന്ന് നമ്മുടെ വിചാരം. നമ്മൾ നദി മാതാവാണ്, ഗംഗ മാതാവാണ്, സിന്ധു മാതാവാണെന്നൊക്കെ പറയും. ആളുകളുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ശവശരീരങ്ങളൊക്കെ നദിയിലെറിഞ്ഞാൽ നമുക്ക് ശീലം. അപ്പോൾ ഇത് വലിയൊരു അന്യായമാണ്. അത് പ്രകൃതിയോടും മനുഷ്യനോടും ജീവജാലങ്ങളോടും കാണിക്കുന്ന അന്യായമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ പടിഞ്ഞാറൻ നാടുകളിലൊക്കെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മാത്രം രാഷ്ട്രീയമല്ല. അത് നദികളുടെയും മരങ്ങളുടെയും മലകളുടെയും സമുദ്രത്തിൻ്റെയും ഇഴജാതികളുടെയും ജലജീവികളുടെയും സസ്യലതാദികളുടെയും ഒക്കെ രാഷ്ട്രീയമാണ്. അതിനെയാണ് ഹരിത രാഷ്ട്രീയം, ഗ്രീൻ പൊളിറ്റിക്സ് എന്ന് പറയാം. നമ്മുടെ മാതിരി നിലനിൽക്കാൻ ഇവിടെ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജന്തുജാലങ്ങൾക്കും ജലജീവികൾക്കൊക്കെ അവകാശമുണ്ട്. നമ്മുടെ മാത്രമല്ല ഭൂമി എന്ന് ബഷീറിൻ്റെ ഒരു കഥയുടെ തലക്കെട്ടിന് എങ്ങനെയാണ്, ഭൂമിയുടെ അവകാശികൾ. അപ്പോൾ ആ തരത്തിൽ നമ്മളിപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചറിയുന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ 19 കൊല്ലം മുമ്പ് 1960 ആരംഭിച്ചതാണ് മാവൂര് ഗോളിയോറൻസ്. അതിൻ്റെ തീരത്താണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ഞങ്ങളുടെ പുഴ ഇരുവഞ്ഞിപ്പുഴയാണ്. അത് ചെന്ന് ചേരുന്നത് ചാലിയാറിലാണ്. ചാലിയാറിൻ്റെ പോഷക നദിയാണ് ഞങ്ങളുടെ ഇരുവഞ്ഞിപ്പുഴ. ചാലിയാർ 40 കൊല്ലം മലിനപ്പെട്ട് കിടന്നു. 2000 അതിൻ്റെ മാലിന്യം ഒഴുക്കുന്നതില്ലാതെ ആയത്. അപ്പോഴാണ് ഗോളിയോറൻസ് നിർത്തിയത്. അപ്പോൾ ഈ സമരം ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. കാരണം ആലോചിച്ചാൽ അറിയാം, മനുഷ്യന് നിലനിൽക്കണമെങ്കിലും ഈ പ്രകൃതി നിലനിൽക്കണം. അതാണ് അത്. ഒരു സ്വാർത്ഥം കൂടി ഉണ്ടായില്ല. അപ്പം മരങ്ങൾ നിലനിർത്തുന്നത് മരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മനുഷ്യർക്ക് വേണ്ടിയും കൂടിയാണ്. മൃഗങ്ങളെ നിലനിർത്തുന്നത് ആർക്ക് വേണ്ടിയാണ്? മനുഷ്യർക്ക് വേണ്ടി കൂടിയാണ്. അപ്പോൾ ആനകളെ കൊല്ലാൻ പാടില്ല, നരികളെ കൊല്ലാൻ പാടില്ല, കടുവകളെ വംശനാശം വരുത്താൻ പാടില്ല, സിംഹവാലൻ കുരങ്ങനെ നശിപ്പിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള സമരം എന്ന് പറയുന്നത് ഈ മനുഷ്യ സമൂഹത്തിനും വേണ്ടി കൂടിയുള്ളതാണ്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള ബോധവൽക്കരണം ആരംഭിച്ചത് 70കളുടെ തുടക്കത്തിൽ സൈലന്റ് വാലി സമരത്തോടു കൂടിയാണ്. ഞാൻ ഈ സമയത്ത് അതിന് നേതൃത്വം കൊടുത്ത സൗദകുമാരി ടീച്ചർ, MK പ്രസാദ് മാഷ്, NV കൃഷ്ണവാര്യർ തുടങ്ങിയുള്ള ആളുകളെ ഓർമ്മിക്കുകയാണ്. അപ്പോൾ സൈലന്റ് വാലി രക്ഷിച്ചതോടു കൂടിയാണ് നമ്മുടെ നാട്ടിൽ ഈ പ്രകൃതിയെപ്പറ്റിയുള്ള പരിസ്ഥിതിയെപ്പറ്റിയുള്ള ധാരണകൾ വരുന്നത്. അതിനും 50 കൊല്ലം പഴക്കമുണ്ട് നമ്മൾ ഓർമ്മിക്കണം. എന്നിട്ട് നമുക്ക് വേണ്ടത്ര മനസ്സിലായില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പം മണിമലയാറ്റിലേക്ക് കക്കൂസ് മാലിന്യം വരെ ഒഴുക്കി വിടുന്നുണ്ട് എന്ന് കേൾക്കുന്നത്. എന്തൊരു നാണക്കേടാന്ന് ആലോചിച്ച് നോക്കും. എന്താ നമ്മൾ ചെയ്യുന്നത്? അപ്പോൾ യൂറോപ്പിലൊക്കെ അമേരിക്കയിലൊക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ മാതൃക എന്ന് പറയുന്നത്. അവരുടെ ആദ്യത്തെ പണി ജലസ്രോതസ്സുകൾ ശുദ്ധമാക്കി വെക്കുകയാണ്. ഇപ്പോൾ 44 വൻനദികൾ, അനേകം കായലുകൾ, അനേകായിരം കുളങ്ങൾ, ലക്ഷക്കണക്കിന് കിണറുകൾ, ഇതൊക്കെയുള്ള ജലസമൃദ്ധമായൊരു പ്രദേശമാണ് കേരളം. അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും ജലം മലിനപ്പെടുത്തുക
എന്നുള്ള ഒരു പണി അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ആളുകൾക്ക് അറിഞ്ഞുകൂടാ ഈ കുപ്പ വലിച്ചെറിയാനുള്ളതല്ല നദികളും അരുവികളും കുളങ്ങളും എന്നറിഞ്ഞുകൂടാ. അപ്പോൾ അതിന് ബോധവൽക്കരിക്കുന്ന ഒരു പണി നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ എടുക്കുന്നുണ്ട് എന്ന് കേട്ട് എനിക്ക് വലിയ സന്തോഷമായി. വളരെ ആവേശദായകമായ ഒരു സമരമാണത്. ഞാൻ അവരെ അഭിവാദ്യം ചെയ്യുന്നു. അതിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. എൻഡോസൾഫാൻ അത് മാരകമായ വിഷമാണ്, അത് ജനങ്ങളെ ബാധിക്കുമെന്ന് എന്ന് പറഞ്ഞതുപോലെ തന്നെ നാളെ കുറെ കഴിയുമ്പോൾ എരുമേലി പട്ടണം, എരുമേലി കോളിഫോമിന്റെ അളവ് വർദ്ധിച്ച് ഇവിടുത്തെ വെള്ളം പോലും കുടിക്കാൻ വയ്യാതെ ഭാവി തലമുറയെ രൂക്ഷമായിട്ട് ബാധിക്കുമെന്ന് യാതൊരു സംശയവും വേണ്ട. അപ്പൊ അതിൽ ഇത്തരണത്തിൽ എരുമേലിക്കാരുടെ അറിവ് അല്ലെങ്കിൽ അവരുടെ ഇക്കാര്യത്തിലുള്ള ഉൾക്കാഴ്ച വർദ്ധിപ്പിക്കുന്നതിന് എരുമേലി ഡെവലപ്മെന്റ് കൗൺസിൽ ഞങ്ങളൊരു ചെറിയ ശ്രമം നടത്തുകയാണ്. ഈ കോളിഫോമിന്റെ അളവ് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ വളരെ സസൂക്ഷ്മം വീക്ഷിക്കേണ്ടതും ഇതിനെതിരെ ചെറുത്തു നിൽക്കേണ്ടതും ഗവൺമെന്റ് പലതരത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. എരുമേലി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വലിയ തോടിനെ ശുദ്ധീകരിക്കണം. എരുമേലിയിലെ ചെറിയ തോടിനെ ശുദ്ധീകരിക്കണം. വലിയ തോടും ചെറിയ തോടും മാത്രമല്ല, മാലിന്യമുക്തമായിട്ടുള്ള മണിമല ആറുമുണ്ട്. ഈ ചില അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെയും മറ്റു ചില സ്വകാര്യ വ്യക്തികളുടെയും കക്കൂസ് മാലിന്യങ്ങൾ എരുമേലിയിലെ വലിയ വിശുദ്ധമായ എരുമേലി വലിയ തോട്ടിലേക്കാണ് പ്രവഹിക്കുന്നതെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ മാലിന്യങ്ങൾ മുഴുവൻ മണിമലയാറ്റി ചെല്ലുകയും ഇത് കരിമ്പുകയും പദ്ധതി പോലെയുള്ള കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം പ്രദേശങ്ങളിലെ കരിമ്പുകയും പദ്ധതി പോലുള്ള അനവധി പദ്ധതികൾ നടപ്പിലാക്കുന്ന മണിമലയാണ് ദുഷിച്ച് നാറുകയാണ് ചെയ്യുന്നത്. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. ഈ കോളിഫോമിന്റെ അളവ് വർദ്ധിച്ച് ഈ ജനങ്ങൾ മുഴുവൻ അനാരോഗ്യമായിട്ട് തീരുന്നൊരവസ്ഥയ്ക്ക് എതിരെ എരുമേലി ഡെവലപ്മെന്റ് കൗൺസിൽ നടത്തുന്ന ഈ റാലി എന്തുകൊണ്ടും ശ്ലാഘനീയമാണ്.